ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൗചൗ വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതുകൊണ്ട് നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ല കേട്ടോ, ഇതുപോലെ അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ നല്ലതാണ്. നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കൂലേ, ഈ കുമ്പളങ്ങയും പരിപ്പും അങ്ങനെയുള്ള മഞ്ഞക്കൂട്ടാനൊക്കെ വെക്കൂലേ, അതുപോലെ സാമ്പാറിലൊക്കെ ഇടും ഈ സാധനം. ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കണ മാതിരി കാന്താരിമുളകൊക്കെ ഇട്ടുങ്ങായിട്ട് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഇത് അച്ചാറിടണം കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ചെറിയ കുരു ഉണ്ടാവും, അതെടുത്ത് കളയാ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ അച്ചാറിടാനായിട്ട്. ഇത് വെച്ച് അച്ചാറിട്ട് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇട്ട് നോക്കിക്കോ കേട്ടോ. എന്തായാലും നിരാശപ്പെടൂല, കാരണം നല്ല ടേസ്റ്റാണ് ഇത് അച്ചാറിട്ടാൽ. അപ്പം ഞാനിവിടെ ഇത് ചെറിയ പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നമ്മളിത് അരിയണേൽ മുന്നാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. അരിഞ്ഞതിന് ശേഷം ഇത് കഴുകിയെടുക്കണ്ട. അപ്പം നമ്മൾ അച്ചാറിടുമ്പോൾ ഒരു പൂപ്പൽ വരും. ഇത് നമ്മൾ അരിയുന്ന സമയത്ത് നമുക്ക് ഒരു കറ പോലെ, കറയല്ല, ഒരു കട്ടിക്കൊരു ഇതുപോലെ തോന്നും. പക്ഷെ അത് പ്രശ്നമുള്ളതല്ല കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ അരിയണേൽ മുന്നേ കഴുകിയെടുക്കൂല, അതുപോലെ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ അത് മുഴുവനും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിങ്ങാനിട്ട് നന്നായിട്ട് തിരുമ്പി മാറ്റി വയ്ക്കണം. ഇതിനങ്ങനെ പുളിരസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ കുമ്പളങ്ങയൊക്കെ ആക്കൂലേ, അതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് ഞാൻ അതേ കുറച്ച് ഉപ്പിട്ടിങ്ങാനിട്ട് ഇത് തിരുമ്പി ഇവിടെ മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് പിറ്റേ ദിവസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അച്ചാറിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിത് തലേന്ന് രാത്രി ഉപ്പ് കുഴച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ ഇത് അച്ചാറിടുന്നത്. പുറത്തല്ല വെച്ചിരുന്നത്, ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് അച്ചാറിടുന്നതിന് മുന്നേ ഉപ്പ് തിരുമ്പി വെച്ചിട്ട് നമ്മൾ വെറുതെ തിന്നും. ഇതങ്ങനെ തിന്നാൻ രസമില്ല കേട്ടത്. സൊറുക്കിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ നല്ല രസമാണ്, അതുപോലെ തന്നെ അച്ചാറിട്ടാലും നല്ല രസമാണ്. അപ്പോൾ ഇത് അച്ചാറിനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അച്ചാറിടാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതാ കുറച്ച് കടുക് ഇട്ടുങ്ങായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞിടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചതച്ചിടുന്നതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണവും ആ കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സൊർക്ക് ഒഴിച്ചു കൊടുക്കാം. സൊർക്ക കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം അത് പുളിയൊന്നും ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് കുറച്ചധികം സൊർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സൊർക്കല്ലേ, ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളച്ചാലാണ് ആ സൊർക്കയുടെ ആ പച്ചക്കുത്ത് മാറിക്കിട്ടുള്ളൂ. സൊർക്ക നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലെ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് വരണം. അപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സാധനം അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിക്കാനും തിളപ്പിക്കാനും ഒന്നും നിൽക്കണ്ട.
ഇങ്ങനെ ഇടുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വെന്തുടയൂല. ഇതിപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഉടയും. അതിനേക്കാളും രസം ഇത് ഈ കറുമുറായിട്ട് കഴിക്കുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കായത്തിൻ്റെ പൊടിയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കുക. നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് എടുക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. ഇതൊരു 2-3 ദിവസം ഇരിക്കണം കേട്ടോ, അതിന് ശേഷം എടുത്താൽ മതി. അപ്പോഴാണ് അതിനകത്തേക്ക് ആ എരിവും പുളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.